ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സന കിച്ചൻ. ഇന്ന് നമ്മൾ ക്യാരറ്റ് മാംഗോ പിക്കിളാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിനായി ഞാനിവിടെ ക്യാരറ്റും മാങ്ങയും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചിയാണ്, അതും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് നമ്മൾ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്, അത് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസിലേക്ക് ഒരു പാത്രം വെച്ചിട്ട് അതിലാവശ്യത്തിന് എണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്കൊരു 1.25 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടണത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതും ഒരു 1.25 ടീസ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 10-15 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതായിരുന്നു ഞാനിപ്പോൾ എടുത്തിരുന്നത്. ഇതൊന്ന് നന്നായി മൂത്ത് വരുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 50 ഗ്രാം ഇഞ്ചിയായിരുന്നു ഞാൻ എടുത്തിരുന്നത്, അത് ചെറുതായി അരിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതൊന്നിനി മൂത്ത് വരണവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ആദ്യമേ തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് കായപ്പൊടി, ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം കായപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഒന്നുകൂടി വഴറ്റി കൊടുക്കാം. അടുത്തതായി പച്ചമുളകിന് പകരം ഞാൻ കാന്താരിയാണ് എടുത്തിരിക്കുന്നത്. കാന്താരി കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സാധാരണ പച്ചമുളക് ആണ് നമ്മൾ അച്ചാറിൽ ഇട്ട് കൊടുക്കാറ്. പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ അച്ചാറിൽ നിന്ന് അത് സാധാരണ പിറക്കി കളയാറാണ് പതിവ്. അപ്പം അതിന് പകരം ഇപ്പോൾ കാന്താരി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെടുത്ത് കഴിക്കില്ലേ കാന്താരി. അപ്പം അതുകൊണ്ടാണ് ഞാനിവിടെ കാന്താരി ഉപയോഗിക്കുന്നത്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണ് ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അത്ര ഇട്ട് കൊടുത്താൽ മതിയാകും. ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മാങ്ങയും ക്യാരറ്റും അരിഞ്ഞു വെച്ചത് കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ ഇട്ട ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അടുത്തതായി ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് അധികം എരിവുണ്ടാവില്ല. നമ്മൾ നേരത്തെ കാന്താരി ചേർത്ത് കൊടുത്തിരുന്നു എരിവിന് വേണ്ടിയിട്ട്. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ച് നമുക്ക് ഇടാവുന്നതാണ്. കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് ഒരു കളർ കൂടി കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. അച്ചാർ കുറച്ച് നാളത്തേക്ക് ഇരിക്കണമെന്നുള്ളവർക്കാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. അല്ല നമ്മൾ പെട്ടെന്ന് തന്നെ എടുത്ത് തീരണം എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് വിനാഗിരി ഒഴിവാക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായി യോജിപ്പിച്ചെടുക്കാം. നമുക്കൊരു കുറച്ച് നേരം അടച്ചു വെച്ച് ഇതൊന്ന് വേവിക്കാം. 2 മിനിറ്റാണ് ഞാനിപ്പോൾ ഇവിടെ അച്ചാർ വേവിച്ചത്. ഇപ്പോൾ നമ്മുടെ അച്ചാർ എല്ലാം നന്നായി വെന്തിട്ടൊക്കെ ഉണ്ട്. മാങ്ങയും ക്യാരറ്റും ഏകദേശം വെന്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത റെസിപ്പിയുമായി സന കിച്ചണിലൂടെ വീണ്ടും കാണാം.